ഒരു മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ മേൽ എപ്പോഴാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്, ഈ വിഷയം എല്ലാവരും അറിഞ്ഞു വെക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീ ആകുകയില്ല. ഈ മസാല കറക്റ്റ് മനസ്സിലാക്കണം. പിന്നെ സ്വഹീ ആവണമെങ്കിൽ ആ മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം നിസ്കരിച്ചാലേ ആ നിസ്കാരം സ്വഹീ ആകും. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഒരാൾ കടലിൽ മുങ്ങി മരിച്ചു, അവൻ വെള്ളത്തിലാണ്, അവൻ്റെ ബോഡി വെള്ളത്തിലാണ്, എന്നാൽ അവൻ്റെ മേൽ നിസ്കരിച്ചാൽ സഹി ആകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സഹി ആകും, കാരണം അവൻ വെള്ളത്തിലാണല്ലേ. എന്നാലും അവൻ്റെ മേൽ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹി ആകുകയില്ല. കാരണം അവൻ സ്വന്തമായി കുളിച്ചാൽ പോരാ, നമ്മളൊരു മയ്യത്തിന് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് അതുപോലെ കുളിപ്പിച്ചാലേ അവൻ്റെ മേൽ നിസ്കരിച്ചാലേ സഹി ആകുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ മസലകൾ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസലമാണ്. ഇത് അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അറിയട്ടെ. അവരും അറിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു തആല നിനക്കും തരും. വിദേശത്തൊക്കെ മരണപ്പെട്ടെന്ന് അറിയിച്ചപ്പോൾ നമ്മൾ ഡയറക്റ്റ് മയ്യത്ത് നിസ്കരിക്കേണ്ടതല്ല, നമ്മൾ കുളിപ്പിച്ചിനോ എന്ന് ചോദിച്ച് മയ്യത്ത് നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമ്മൾ പ്രധാനപ്പെട്ട് സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നല്ല നല്ല മസലകൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.